ഇന്ത്യയുടെ അതിമാരക തിരിച്ചടിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇന്ത്യൻ ആക്രമണം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും രഹസ്യ കേന്ദ്രത്തിലെന്നാണ് വിവരം. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പാകിസ്ഥാൻ മുഖത്ത് അടിയേറ്റ അവസ്ഥയിലാണ്. ഒന്നൊഴിയാതെ ഭയപ്പാടിലാണ് പാക് നഗരങ്ങളെല്ലാം. പാക് രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ പഞ്ചാബ് പ്രവിശ്യയിലെ ഇന്ത്യൻ തിരിച്ചടികളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിയതെങ്കിൽ ഇപ്പോൾ കഥ മാറി. രാജ്യതലസ്ഥാനമായ ഇസ്ലാമാബാദും സൈനികാസ്ഥാനമുള്ള റാവൽപിണ്ടിയും ഭയത്തിന്റെ നിഴലിൽ. ഇന്നലെ രാത്രിയിൽ നിലമറന്നുള്ള പാക് പ്രകോപനത്തിന് മറുപടിയായി ഇന്ത്യൻ മിസൈലുകൾ ഇവിടേക്ക് പതിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് 20 കിലോമീറ്റർ അകലെയും സ്ഫോടനം. ഷഹബാസ് ഷെരീഫിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇന്ത്യ വിദ്വേഷത്തിന്റെ വിത്തുപാകി പ്രകോപനമുണ്ടാക്കിയ ശേഷം സൈനിക മേധാവി അസിം മുനീർ പൊതുവേദിയിലെത്താത്തതിൽ പലവിധ അഭ്യൂഹങ്ങളുണ്ട്. ലാഹോറിലും സിയാൽകോട്ടിലും ഇന്ത്യൻ ആക്രമണമുണ്ടായി. കവചിത സംവിധാനങ്ങൾ ഇന്ത്യൻ തിരിച്ചടിയിൽ തകർന്നതോടെ മിസൈലുകളെ പ്രതിരോധിക്കാനാകാതെ നട്ടം തിരിയുകയാണ് പാക് സേന. അപ്പാടെ തകർന്ന സാമ്പത്തിക നില കണക്കിലെടുക്കാതെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനിറങ്ങിയ ഭരണ സൈനിക നിലപാടിൽ ജനങ്ങൾക്കുള്ളിലും രോഷമുയരുന്നു. ഇതിനിടെ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് വേദി UAE യിലേക്ക് മാറ്റി. ഇന്റർനാഷണൽ ഡെസ്ക് 24.